ഹലോ ഗൈസ്, ഫ്ലിക്കറിംഗ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി പോകാൻ സാധിക്കുന്ന ചെറിയ 2 ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആദ്യത്തെ സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടം. പള്ളിക്കത്തോട് സിറ്റിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററും പാമ്പാടിയിൽ നിന്ന് 7.5 കിലോമീറ്റർ അകലെയുമാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അരുവിക്കുഴി സിറ്റിയിൽ അരുവിക്കുഴി പള്ളിക്ക് എതിർവശത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. 22 രൂപ മാത്രമാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീ ആയി വരുന്നത്. കാർ, ബൈക്ക് മുതലായ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ബസ്സിന് വരാൻ ഉദ്ദേശിക്കുന്നവർ കോട്ടയത്തു നിന്നും അരുവിക്കുഴി വഴി പള്ളിക്കത്തോട് വരുന്ന ബസ് പിടിച്ചാൽ ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ അരുവിക്കുഴി വാട്ടർഫോൾസ് എന്ന് സെർച്ച് ചെയ്താൽ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് ലഭിക്കും. ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇവിടമുള്ളത്. DTPC കോട്ടയമാണ് ഇവിടെ കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് ഇവിടം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരുപാട് വേസ്റ്റ് ബിന്നും ഇവിടെ കാണാനുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെയേഴ്സ് ഇറങ്ങി ചെറിയൊരു വോക്ക് വേയിലൂടെ നടന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്കിറങ്ങാൻ സാധിക്കും. കൂടാതെ ടോയ്ലറ്റ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഏകദേശം 30 അടി ഉയരമുള്ള വെള്ളച്ചാട്ടം മൺസൂൺ കാലത്ത് മാത്രമാണ് സജീവമാകുന്നത്. വെള്ളച്ചാട്ടത്തിലെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം അടുത്തതായി പോയത് മാതൃമല കുന്നിലേക്കാണ്. ഇവിടെയാണ് മാതൃമല ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അരുവിക്കുഴിയിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂരോപ്പട ടൗണിൽ നിന്നും മാതൃമല റോഡിലൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്താവുന്നതാണ്. കുറച്ച് വീതി കുറഞ്ഞ മോശം റോഡായതിനാൽ ആദ്യമായിട്ട് പോകുന്നവർ സൂക്ഷിച്ചു വേണം പോകാൻ. വളരെ മനോഹരമായ ഒരു അമ്പലവും ചുറ്റും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. താരതമ്യേന ഉയർന്ന സ്ഥലമായതിനാൽ നല്ല കാറ്റും വളരെ നല്ലൊരു ആംബിയൻസുമാണ് ഇവിടെയുള്ളത്. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ കാണാൻ സാധിക്കുന്ന ശൈലിയിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹിന്ദു സ്വാഭിമാൻ കേന്ദ്രത്തിൻ്റെ മുകളിൽ ചെറിയൊരു വാച്ച് ടവർ ഉണ്ട്. അവിടെ കയറിയാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുമെന്ന് അറിയാൻ സാധിച്ചു. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഈ കെട്ടിടം തുറക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. എൻട്രി ഫീസ് ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് വെളുപ്പിന് വൈകുന്നേരങ്ങളിലും എത്താൻ ശ്രദ്ധിക്കുക. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ സാധിക്കുന്നതാണ് ഈ 2 സ്ഥലങ്ങളും. സാധിക്കുന്നവരൊക്കെ പോവുക, കാഴ്ചകൾ കാണുക, എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.